എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിട്ട് ഇൻട്രോ തുടങ്ങേണ്ടതെന്ന് അറിയത്തില്ല. കാരണം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതാണ് സോ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മൈ ഫസ്റ്റ് എവർ വ്ളോഗ് ഇൻ യൂട്യൂബ്. ഐ ഹോപ്പ് ഫ്യൂച്ചറിൽ ഐ ക്യാൻ ഡു മോർ വിത്ത് യുവർ സപ്പോർട്ട്. പുറത്ത് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, അതിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഞാനിപ്പം എണീച്ചിട്ടുള്ളൂ, അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് വോയിസിന്. എനിക്ക് എണീച്ചവായിക്ക് സംസാരിക്കാൻ പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചാലേ ശരിയാവത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നി ഇത്ര ദിവസമായി ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് വ്ളോഗിടാം പിന്നെ ഇടാണ്ടായിരിക്കുമ്പോൾ അവർക്കൊരു തോന്നലുണ്ടാവില്ലേ, എൻ്റെ ഈ കുട്ടി ഇങ്ങനെ പറയുന്നത് എല്ലാ ദിവസവും ചോദിച്ചാലും വ്ളോഗിടാം എന്നിട്ട് എവിടെ കാണാനില്ലല്ലോ. സോ ഐ തോട്ട് ഇനി വെച്ച് നീട്ടണ്ട, ഇന്ന് തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന്. ഇത് എത്ര മിനിറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു 2-3 ടേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എടുക്കാമെന്ന് വയ്ക്കുന്നത്. സോ ഞാൻ പറയാൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ റീസെൻ്റായിട്ട് ഇൻസ്റ്റയിലൊരു റീല് പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഐ ഗോട്ട് ലോട്ട് ഓഫ് സ്റ്റോറീസ് ഫ്രം ദാറ്റ്. ആൻഡ് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഞാൻ ഒരിക്കലും വന്നിട്ട് ഇന്ന ടൈമിൽ ഇന്ന ഓഡീഷൻസ് നടക്കുന്നുണ്ട്, ഇന്ന ടൈമിൽ ഇന്ന ലൈവ് സെഷൻ ക്ലാസ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടും ഒരിക്കലും പറയാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ 2 ദിവസം മുന്നേ എനിക്കൊരു ഇൻസ്റ്റയിലൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് തിരുമ്പുന്നതിൻ്റെ ശബ്ദമാണ്, സോറി, തിരുമ്പ പറയുമ്പോൾ അലക്കുക പറയും, ഡ്രസ്സ് അലക്കയില്ലേ, അതാണ് അതിൻ്റെ ശബ്ദമാണ്. നിങ്ങൾക്ക് പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ആ കൊച്ചെനിക്ക് ഫസ്റ്റ് പുള്ളിക്കാരത്തി എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ, ചേച്ചി എങ്ങനെ ഓഡീഷൻസ് വീഡിയോ ചെയ്യുന്നത്, റെഫറൻസ് അയച്ചു തരാമോ, ഫോട്ടോസ് എങ്ങനെ എടുക്കുന്നത്, ചേച്ചി ഏത് കമ്പനി ചേച്ചി കിട്ടിയത്, ചേച്ചി എങ്ങനെയാണ് ഓഡീഷൻസ് ചെയ്യാൻ തുടങ്ങിയത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് ചോദിച്ചു. ലാസ്റ്റ് ഞാനിങ്ങനെ ഈ ലൈവ് സെഷൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ വഴിക്ക് പുള്ളിക്കാരത്തി എത്ര നേരം ചേച്ചി വിളിച്ച ആളെൻ്റെ അടുത്ത്, എന്നാൽ നിനക്കിത് മുന്നേ പറഞ്ഞോടിടി, അങ്ങനെയൊക്കെ. ഞാൻ പെട്ടെന്ന് ആളെ ഇങ്ങനെ ഇത്രയോട് ടെസ്റ്റ് ആയെന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരുമാതിരി അയ്യോ ഈ കൊച്ചെന്ന് ഇങ്ങനെ പറയുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഞാൻ എപ്പോഴെങ്കിലും യൂട്യൂബിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇന്ന ടൈമിൽ ഇന്ന ഓഡീഷൻസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ ഇന്ന ലൈവ് സെഷൻ ക്ലാസ് നടക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി ആ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ബട്ട് ഞാൻ അങ്ങനെ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈവ് സെഷൻ ക്ലാസ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സാണ്. നിങ്ങൾ ഇൻസ്റ്റയിൽ പോയിട്ട് ഗോഡീഷൻ ഒഫീഷ്യൽ എന്ന് ടൈപ്പ് ചെയ്യാന്നുണ്ട്. പക്ഷേ ഇവിടെ കൊടുക്കാൻ നോക്കാം, എനിക്കറിയത്തില്ല എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. അതിൽ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ഈ ഒരു മന്ത് അവർ ഫ്രീ സെഷൻ ലൈവ് ക്ലാസ്സാണ് കൊടുക്കുന്നത് എല്ലാവർക്കും ഡാൻസിൻ്റെ. അത് എന്തായാലും നമുക്കിപ്പം സാറ്റർഡേ ട്യൂസ്ഡേ ആണ് ക്ലാസ് വരുന്നത്. അതെന്ന് വെച്ചാൽ അപ്പോൾ വെള്ളിയാഴ്ച അവർ എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യും ഒരു ലിങ്കിൻ്റെ. അത് ഐ തിങ്ക് ഒരു 1.5 അല്ലെങ്കിൽ 2 hours മാത്രമേ നിൽക്കത്തുള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ ആര് പോയി രജിസ്റ്റർ ചെയ്യുന്നോ അവർക്ക് പിറ്റേ ദിവസം ക്ലാസ്സിൻ്റെ 10 മിനിറ്റ് മുന്നേ ലിങ്ക് വരുന്നതായിരിക്കും. ക്ലാസ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഈ ഒരു മന്ത് മാത്രമാണ് ഫ്രീ ആയിട്ട് ഇത് വരുന്നത്, ലൈവ് സെഷൻ ക്ലാസ് വരുന്നത്. അടുത്ത മാസം തൊട്ട് എന്തോ ഫീസും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവരൊരു ഓഡീഷൻ റിക്രൂട്ടിംഗ് ടീമാണ്. അതായത് ഇവരെ പിള്ളേരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇവരുടെ അണ്ടറിൽ നടക്കുന്ന ഓഡീഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കും. അതിനുശേഷം ആർക്കാണോ ഇമെയിൽ കൺഫർമേഷൻ കിട്ടിയിട്ടുള്ളത് അവർക്ക് ഇവർ ഇമെയിൽ കൺഫർമേഷൻ റിട്ടേൺ ചെയ്ത് അയക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ആക്ച്വലി ഇവരുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് കമ്പനി ഐ ഗോട്ട് ഇൻ ടു, ഈവൻ ഇഫ് ഐ ഗോട്ട് ഇൻ ടു എ കമ്പനി ഐ വോണ്ട് ടെൽ. ഞാൻ ഒരിക്കലും അത് പറയത്തില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും. ഞാനെന്നല്ല ആരും പറയത്തില്ല. അങ്ങനെ പറയുന്നുണ്ട് വെച്ചാൽ ഇറ്റ് മൈറ്റ് ബി ഫേക്ക്. കാരണം ഒരു കമ്പനിയും അങ്ങനെ പറയാൻ അനുവദിക്കില്ല അൺടിൽ ദേ പോസ്റ്റ് ദെയർ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു എന്തെങ്കിലും ഒരു ട്രെയിനിനെ പറ്റി എന്തെങ്കിലും കാര്യം അവരവരുടെ വെബ് പേജിൽ പോസ്റ്റ് ചെയ്യാതിന് മുന്നേ ആരെങ്കിലും വന്നിട്ട് ഞാൻ ട്രെയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ട്രെയിൻ ചെയ്യാന്ന് പറയുന്നത് ഓക്കെ, ബട്ട് ഒരു കമ്പനി റെഫർ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മൈറ്റ് എ ഫേക്ക് ഇൻഫോർമേഷൻ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. കാരണം ഒരു കമ്പനിയും അങ്ങനെ പറയാൻ അനുവദിക്കത്തില്ല അൺടിൽ ദേ പോസ്റ്റ്. എൻ്റെ കാര്യം എന്ന് പറയുന്നതിൽ കൂടെ അൺടിൽ ദേ പോസ്റ്റ് അവരവരുടെ വെബ് പേജിലോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ വോട്ടെവർ അവരുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുള്ളൂ. അൺടിൽ ദെൻ ഐ വോണ്ട് ഡു സച്ച് തിങ്സ് എവർ മൈ കരിയർ. സോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ എനിക്ക് കൺഫർമേഷൻ ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇമെയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഓഫ് കോഴ്സ് ഐ ഹാവ് ഗോട്ട് ലോട്ട്സ് ഓഫ് കൺഫർമേഷൻ ഇമെയിൽസ്. ബട്ട് എൻ്റെ കുറച്ച് അൺലക്കി ഓർ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ കാരണം ഐ ലോസ് സംതിങ്. ആൻഡ് ഐ തിങ്ക് അറൗണ്ട് ഒരു 6 or 5
ബാക്കി മെയിൽ ഐ തിങ്ക് അതിൽ ഒരെണ്ണം വന്നിട്ട് ഒരു ഇന്ത്യൻ കമ്പനിയാണ് ആൻഡ് അതേഴ്സ് വേർ കൊറിയൻ കമ്പനി. ഹൈ ടു സ്മോൾ, ഞാൻ ഏതൊക്കെയാണെന്ന് പറയുന്നില്ല, അത് പറയാനുള്ളൊരു എനിക്കില്ല, അങ്ങനെ നമുക്കതിനുള്ളൊരു റൈറ്റ്സ് ഇല്ല. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ലൈവ് സെഷൻ ക്ലാസ്സിൽ നിന്ന്, ആക്ച്വലി അത് മാസ്റ്റർ ജിയുടെ ക്ലാസ് ആയിരുന്നു. നിങ്ങൾ കൊറിയൻ കൊറിയോഗ്രാഫീസേഴ്സൊക്കെ അല്ലെങ്കിൽ കൊറിയോഗ്രാഫേഴ്സിൻ്റെ നോക്കുന്ന അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു മൈറ്റ് നോ ഹിം. ആൻഡ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് ദിവസം. ഈശ്വര, പുള്ളിക്കാരൻ്റെ ക്ലാസ്സിൽ എങ്ങാനും പെട്ടെന്ന് ആൾ നമ്മുടെ അടുത്ത് ഡാൻസ് എങ്ങാനും ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും. ആക്ച്വലി ഒരു 4 പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു ആക്ച്വലി. എന്നാലും എനിക്ക് ഉള്ളിൽ ഭയങ്കര പേടിയായിരുന്നു. പിറ്റേ ദിവസം ക്ലാസ് ഡാനിയിലായിരുന്നു. ആക്ച്വലി എനിക്ക് ഡാനിയുടെ ക്ലാസ് മുന്നേയും കിട്ടിയിട്ടുണ്ട്. ഞാൻ മുന്നേയും അതിൻ്റെ ഹെയ്യ ഐവിൻ്റെ മറ്റേ ഹെയ്യ ഡാൻസ് പുള്ളിക്കാരുടെ കയ്യിൽ നിന്നാണ് പുള്ളിക്കാരത്തിയാണ് പഠിപ്പിച്ചു തന്നത്. അതുകൂടാതെ ഓൾസോ ഗോട്ട് ലോട്ട്സ് ഓഫ് ട്രെയിനിങ് ക്ലാസ്സസ് ഫ്രം അതർ കൊറിയോഗ്രാഫേഴ്സ് ഹു വർക്ക്സ് ഇൻ K-pop. സോ നമുക്ക് അന്നത്തെ ഒരു ദിവസം എന്തായിരുന്നു എന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഹലോ മോർണിംഗ്. ഇന്ന് ആക്ച്വലി 12/7/2025. ഇന്ന് എനിക്ക് മാസ്റ്റർ ജിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട്. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഓൾസോ നല്ല നെർവസും കൂടിയാണ്. സോ കാലത്ത് എണീച്ചതിന് ശേഷം മുഖമൊക്കെ കഴുകി ഞാൻ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഞാൻ വിചാരിച്ചു തലയൊക്കെ ഒന്ന് കുളിക്കാമെന്ന്. സോ തലയിൽ എണ്ണയൊക്കെ തേച്ചു. എൻ്റെ ലാപ്പ് ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് ഞാൻ 1-2 മീൻകുട്ടികളൊക്കെ കൊന്നിട്ടുണ്ട്. സോ അവറ്റകൾക്ക് തീറ്റയൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് നേരം ഫേസ് പാക്കൊക്കെ ഇട്ട് ഒന്ന് അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ വെച്ച് തല കുളിക്കാമെന്ന്. ഞാൻ തല കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ ചെമ്പരത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ മുരിങ്ങേൻ്റെ ഇലയും. സംഭവം ഒന്ന് അടിച്ചെടുത്ത് ഏകദേശം ഈ ഒരു പരിവാവണ സമയത്ത് എസെൻഷ്യൽ ഓയിൽ അതിലോട്ട് ജസ്റ്റ് ഒരു 1 ഡ്രോപ്പ് ഇട്ടിച്ചാൽ മതി. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ കണ്ടീഷണറും അതുപോലെ തന്നെ ഷാമ്പൂ എന്ന പേര് ഞാൻ മറന്നു. ഐ തിങ്ക് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് ഔട്ട്. കുഴപ്പമില്ലാത്തതാണ്. പിന്നെ കുളിക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ഒരു 7up എടുത്ത് കുടിച്ച്. ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ വെച്ചു. സംഭവം നല്ല സ്ട്രെയിനറാണ്. എനിക്ക് ആക്ച്വലി കുഴപ്പമില്ലാത്ത രീതിക്ക് ഒരു 4 to 6 hours സംഭവം നിൽക്കുന്നുണ്ട്. ഞാൻ സ്ട്രെയിറ്റ് ചെയ്യാണ്ട് മുന്നേ യൂസ് ചെയ്യുന്ന സിറോ ആണ്. അതൊക്കെ കഴിഞ്ഞ് ഇത് ഡ്രസ്സിൽ നിന്നൊക്കെ നോക്കി ഷൂ ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സമയം നോക്കിയിരിക്കലായിരുന്നു. ഹലോ, ഞാനിപ്പം ഉറങ്ങി എണീച്ചിട്ടുള്ളൂ. നല്ല ഉറക്കമായിരുന്നു. എനിക്ക് ആക്ച്വലി ഭയങ്കര ടെൻഷനുണ്ട് എന്താവും എന്നുള്ളത്. കാരണം നമ്മളൊരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കണം. എൻ്റെ കാലിൻ്റെ ആംഗിളിനാണ് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ആയിട്ടിരിക്കുക. സോ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ഞാൻ ആക്ച്വലി സ്വതവേ ഒരു നല്ല രീതിക്ക് ആൻസൈറ്റിയുള്ള കൂട്ടത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇത് ശരിയാവോ, അയ്യോ ഇതിപ്പോൾ ഇങ്ങനെയാവോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് ഐ ലുക്ക് സോ പോർട്ട് റൈറ്റ്. ഞാൻ ഇപ്പോൾ എണീച്ചിട്ടുള്ളൂ, അതിൻ്റെ ഒരു ഇതാണ്. ഇപ്പം എന്തായാലും സമയം 3 മണിയായി. 4:30ക്കാണ് ക്ലാസ്സിൻ്റെ ടൈം വരുന്നത്. ഒരു 4:20 4:15 ഒക്കെ ആകുമ്പം അവർ ലിങ്ക് അയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് സീ എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. ഫൈനലി 4:20 നമുക്ക് ലിങ്ക് വന്നായിരുന്നു. ഞാൻ ആ ക്ലാസ്സിൻ്റെ ചെറിയൊരു പോർഷൻ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഹലോ, ഇനി ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാസ് അടിപൊളിയായിരുന്നു. മാസ്റ്റർ ജിയുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലുണ്ടായിരുന്നത് ലൈൻസും റോസിൻ്റെയും റൂൾസ് ആയിരുന്നു. അതായത് ഡാൻസിൻ്റെ ബേസിക് റൂൾസ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി അറിയുന്നുണ്ടായിരുന്നില്ല. ക്ലാസ് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ഡാനിയുടെ ക്ലാസ് വന്നിട്ട് സൂപ്പർ ഷൈ, അവരുടെ ന്യൂജൻസിൻ്റെ സൂപ്പർ ഷൈയുടെ ഒരു പാർട്ടിൽ ബാക്കിങ്ങിനെ കുറിച്ചായിരുന്നു. നമ്മളെ കൊണ്ട് ഡാൻസൊക്കെ പഠിപ്പിച്ച് തന്നു. 1-2 പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരെ കൊണ്ടും ഇങ്ങനെ ഒരുമിച്ച് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് വട്ടം ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്കത് മനസ്സിലായി എന്ന് ആൾക്ക് ഉറപ്പ് വരുത്തുന്ന വരെ ആൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അടുത്ത ലൈവ് സെഷൻ ക്ലാസ്സിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ലൈവ് സെഷൻ ക്ലാസ് ഫ്രീ ആണെന്നാണ് ഒരു അറിവിൽ, എനിക്കറിയത്തില്ല. ഫ്രീ ആണെന്നുണ്ട് വെച്ചാൽ ഐ ഹോപ്പ് നിങ്ങളും ഉണ്ടാവും എന്നുള്ളത്. ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് കൊടുത്തിടാം. എന്നെക്കൊണ്ട് പറ്റുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. എനിക്കിതിൽ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഞാൻ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് നോക്കിയതിന് ശേഷം അതൊക്കെ ചെയ്യാൻ നോക്കാം. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഇനി വേറെ എന്തെങ്കിലും അറിയണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ വിചാരിക്കുന്ന ഒരു Q&A വീഡിയോ ചെയ്യാമെന്ന്. സോ അതിനുള്ളത് ഞാൻ ഇൻസ്റ്റയിൽ എന്തായാലും സ്റ്റോറി ഇടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ചോദിച്ചിട്ടാൽ മതി. ഞാൻ
ഇത്രയും ലാഗ് ആകത്തില്ല, അതായത് ഈ വീഡിയോ ഇടാൻ ലാഗ് ആയതുപോലെ ലാഗ് ആകത്തില്ല. ഹോപ്പ്ഫുള്ളി ഞാൻ വേഗം തന്നെ അതിൻ്റെ വീഡിയോ ചെയ്യാം. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അതിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടാൽ മതി. അത്രയേ ഉള്ളൂ. തരാ.